നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്ന് ഉദ്ദേശിക്കുന്ന സഹകരണ മേഖലയ്ക്കാട്ടോ. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ. ആ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിനത്തിലും എന്താണ്, നമുക്ക് ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. സഹകരണ മേഖലയ്ക്ക് സ്വന്തമായിട്ട് ഒരു അന്താരാഷ്ട്ര ദിനം വേണമെന്നൊരു ചർച്ച വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണ്. 1895 ICAയുടെ രൂപീകരണത്തോടു കൂടി ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് 1923 ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആ വർഷത്തെ ജൂലൈയിലെ ഫസ്റ്റ് സാറ്റർഡേ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്കറിയാം 1923 ICA അത് ആചരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴും അതായത് ICAയുടെ മെമ്പർഷിപ്പായിട്ട് വരുന്നത് കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ്. സഹകരണ പ്രസ്ഥാനം അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കൊന്നും വ്യാപിച്ചില്ല. 1923 കാലഘട്ടം എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ICAയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ മാത്രം അത് ആചരിക്കുന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് 1992 UN ജനറൽ അസംബ്ലിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 1995 എന്നൊരു വർഷം, 1995 വർഷത്തിന് പ്രത്യേകം നിങ്ങൾക്കറിയാം. അതായത് 1895 ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് രൂപീകരിച്ച് 100 വർഷം തികയുന്ന വർഷമാണ് 1995. അപ്പോൾ UN എന്ത് തീരുമാനം, ഐക്യരാഷ്ട്രസഭ എന്ത് തീരുമാനമെടുത്തു പറഞ്ഞാൽ 1995 ജൂലൈയിലെ ഫസ്റ്റ് സാറ്റർഡേ എന്താണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് ആചരിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ICA ആചരിക്കുന്നതും UN ആചരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം UN മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡാണ്. അപ്പോൾ ആ വർഷം 95 എന്ത് ചെയ്തു, UN അംഗരാജ്യങ്ങളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു, ആ വർഷത്തെ ജൂലൈയിലെ ഫസ്റ്റ് സാറ്റർഡേ എന്തായിട്ട് ആചരിക്കാൻ വേണ്ടി തുടങ്ങി, ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്. അങ്ങനെ 95 മുതൽ 1923 ICA ആചരിച്ചു വന്നിരുന്ന ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയും 95 UN ആചരിച്ച ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സും കൂടി ജോയിന്റ് ആയിട്ട് 95 മുതൽ ആചരിക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ജൂലൈയിലെ ഫസ്റ്റ് സാറ്റർഡേ ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആചരിക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് 2024 ജൂലൈ 6 ഈ വർഷത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആചരിച്ചത്. എല്ലാ വർഷവും ഒരു പ്രത്യേക തീം ഉണ്ടായിരിക്കും. അത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നുള്ളതാണ്. കോപ്പറേറ്റീവ്സ് എല്ലാവർക്കും ബെറ്റർ ഫ്യൂച്ചർ കൊടുക്കുന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വർഷത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് ആചരിച്ചത്. അപ്പോൾ ആഘോഷങ്ങൾ ഒരിക്കലും സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുന്നില്ല. ഇനിയും ആഘോഷങ്ങളുണ്ട്. കൂടുതൽ ആഘോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.